ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിവർഗം, നിന്നുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റുന്ന മൃഗം, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞതാണ് ജിറാഫിൻ്റെ ജീവിതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജിറാഫിൻ്റെ അതിശയിപ്പിക്കുന്ന ജീവിതത്തെപ്പറ്റി നോക്കാം. ജിറാഫ കാമിലോപാഡാലിസ് സ്പീഷീസിൽപ്പെട്ടവരും ജിറാഫിഡ്സ് ഫാമിലിയിൽ ഉൾപ്പെടുന്നവരുമാണ് ജിറാഫുകൾ. ജിറാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് അവരുടെ കഴുത്തിൻ്റെ വളരെയധികം നീളമാണ്. 6 അടി വരെ നീളം, അതായത് ഒരു മനുഷ്യൻ്റെ പൊക്കത്തിനോളം നീളമുണ്ടാവും ജിറാഫിൻ്റെ കഴുത്തിന്. കഴുത്തും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 20 അടി വരെ പൊക്കമുണ്ടാവും ജിറാഫിന്. വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ നീളം കുറഞ്ഞ കഴുത്തുള്ള ഒരു സാധാരണക്കാരനായിരുന്നു നമ്മുടെ ഈ ജിറാഫുകൾ. പിന്നീട് ആഹാരത്തിൻ്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് ഉയർന്ന മരങ്ങളുടെ മുകളിലുള്ള ഇലകളും പഴങ്ങളുമൊക്കെ എത്തിപ്പിടിക്കാൻ ജിറാഫുകൾ ശ്രമിച്ചു. അങ്ങനെ എവല്യൂഷൻ്റെ ബലമായിട്ട് കിട്ടിയതാണ് ജിറാഫിന് നീളൻ കഴുത്ത്. ഇത്രയും നീളമുള്ള കഴുത്തായതുകൊണ്ട് തന്നെ ഉപകാരങ്ങളും അതേപോലെ തന്നെ ഉപദ്രവങ്ങളും ഈ ജിറാഫിനുണ്ട്. ഉയരമുള്ള മരത്തിൻ്റെ ഇലകളും പഴങ്ങളുമൊക്കെ ആഹാരമാക്കാൻ ജിറാഫിന് ഈ കഴുത്തുകൊണ്ട് സാധിക്കുന്നു. വളരെ ദൂരെയുള്ള ഇരപിടിയന്മാരെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അവരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ കഴുത്ത് കാരണം ജിറാഫിന് വളരെ വേഗം തന്നെ സാധിക്കും. ഇത്രയും നീളമുള്ള കഴുത്തായതുകൊണ്ട് തന്നെ ഹാർട്ടിൽ നിന്നും തലച്ചോറിലേക്ക് രക്തമെത്താനുള്ള സമയം വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ മുൻകാലുകൾ അകത്തി തല വളരെയധികം താഴ്ത്തി വേണം ഇവർക്ക് വെള്ളം കുടിക്കാൻ. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവരെ പിടികൂടാനായിട്ട് ഇരപിടിയന്മാർക്ക് ഭയങ്കര എളുപ്പമാണ്. ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇവരുടെ കഴുത്തിൻ്റെ ഭാരമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നീളൻ കഴുത്തെന്ന് പറയുന്നത്. ജിറാഫിൻ്റെ ഹൃദയത്തിന് ഏകദേശം 12 കിലോയോളം ഭാരമുണ്ടാവും. എന്നാൽ തലച്ചോറിൻ്റെ ഭാരം വളരെ കുറവായിരിക്കും. പക്ഷേ അത് വളരെ എഫിഷ്യൻ്റ് ആണ്. മണങ്ങൾ തിരിച്ചറിയാനും ഇരകളെ തിരിച്ചറിയാനും ജിറാഫുകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. അതിനുള്ള കഴിവുണ്ട് അവർക്ക്. പലതരത്തിലുള്ള ജിറാഫ് ബ്രീഡുകളെ ഈ ലോകത്ത് നമുക്ക് കാണാനാവും. റെറ്റിക്കുലേറ്റഡ് ജിറാഫ്, മസായ് ജിറാഫ്, സൗത്ത് ആഫ്രിക്കൻ ജിറാഫ് എന്നിങ്ങനെയുള്ള പല വിഭാഗങ്ങൾക്കും പൊതുവായി കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അവരുടെ ശരീരം മുഴുവനായിട്ടുള്ള സ്പെഷ്യൽ ഡിസൈൻസ്. ഇതിന് ജിറാഫിൻ്റെ കോട്ട് എന്നാണ് പറയുക. ഓരോ ജിറാഫുകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഇത് ഏറെക്കുറെ മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെയാണ്. ഓരോ ജിറാഫിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ ശരീരത്തിലുള്ള ഈ കോട്ടിങ്ങിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്. ജിറാഫുകളുടെ മറ്റൊരു അനുഗ്രഹമാണ് അവരുടെ 20 ഇഞ്ചോളം നീളം വരുന്ന നാക്ക്. മരത്തിൻ്റെ ശിഖരത്തിൻ്റെ ഇടയിലുള്ള ഇലകൾ വരെ പിഴുതുവായിലാക്കാൻ ഈ നാക്കുകൾ കൊണ്ട് ജിറാഫുകൾക്കാവും. അതുമാത്രമല്ല ഈ നാക്കുകൾ വളരെയധികം കറുത്ത നിറത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യാഘാതത്തിൽ നിന്നും ഇവർ ഈ നാക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ജിറാഫുകൾ ഒരു ദിവസം 2 മുതൽ 3 മണിക്കൂർ വരെ ഉറങ്ങാറുള്ളൂ. ഇത് തന്നെ നിന്നുകൊണ്ടുള്ള ഉറക്കമായിരിക്കും. ഏകദേശം കുതിരകളിൽ കാണുന്നത് പോലെ ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർക്ക് കിട്ടിയ ഒരു പരിണാമപരമായിട്ടുള്ളൊരു കഴിവാണിത്. പെൺ ജിറാഫുകൾ നിന്നുകൊണ്ട് തന്നെയാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നത്. കുഞ്ഞു ജിറാഫുകൾ അമ്മയുടെ വയറ്റിൽ നിന്നും ഏകദേശം 6 അടിയോളം താഴേക്ക് വീഴുകയാണ് ചെയ്യുക. എന്നാൽ അവർക്കൊന്നും സംഭവിക്കുകയില്ല. ജനിച്ചു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കുഞ്ഞു ജിറാഫുകൾ എഴുന്നേറ്റ് നിൽക്കുകയും നടക്കാനും ആരംഭിക്കും. സോഷ്യൽ ആനിമൽസ് ആണ് നമ്മുടെ ഈ ജിറാഫുകൾ. കൂട്ടം കൂടിയായിരിക്കും പ്രധാനമായിട്ടും ഇവർ ജീവിക്കുക. ഇവരെ അപകടങ്ങളിൽ നിന്നും മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നത് ഇവരൊരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ടാണ്. കാലുകൾക്ക് വളരെയധികം നീളമുള്ളതുകൊണ്ട് തന്നെ വളരെ വേഗം നടക്കുവാനും ഏകദേശം 60 കിലോമീറ്റർ വേഗതയിൽ ഓടാനും ഇവർക്ക് കഴിവുണ്ട്. 25 മുതൽ 30 വർഷം വരെയാണ് ജിറാഫുകളുടെ ജീവിതകാലം എന്ന് പറയുന്നത്. ജിറാഫുകൾക്ക് ഒരു ഒഫീഷ്യൽ ഡേയുമുണ്ട്. ജൂൺ 21 ആണ് ലോകമെമ്പാടും ജിറാഫ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. കൊമ്പുകളെ പോലെ തോന്നിക്കുന്ന ജിറാഫിൻ്റെ തലയിലെ സ്ട്രക്ചറാണ് ഒസിക്കോൺസ്. ഇത് ആൺ ജിറാഫുകൾക്കും പെൺ ജിറാഫുകൾക്കും ഒരേപോലെ കാണാനാവും. ജിറാഫുകൾ കൂട്ടം കൂടി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ജിറാഫുകളായിരിക്കും കൂട്ടത്തിലെ തലവൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇണചേരുന്നതും ഇവർ തന്നെയായിരിക്കും. ജിറാഫുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള വംശനാശ ഭീഷണിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 40% ജിറാഫുകളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി ലോകമെമ്പാടും വെറും 1,17,000 ജിറാഫുകൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അതിൽ തന്നെ 68,000 ജിറാഫുകൾ മാത്രമാണ് കാടുകളിൽ കാണപ്പെടുന്നത്. ബാക്കിയുള്ളവയെല്ലാം വന്യജീവി സങ്കേതങ്ങളിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആവാസ വ്യവസ്ഥ ഇല്ലാണ്ടാവുന്നതും വേട്ടയാടലുമൊക്കെയാണ് ജിറാഫുകളുടെ പോപ്പുലേഷൻ ഇത്രയും തന്നെ കുറയാൻ കാരണം. ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ജിറാഫുകളെ കാണാനാവുന്നത്. കൃത്യമായ സംരക്ഷണവും ആവാസ വ്യവസ്ഥയും ഇല്ലെങ്കിൽ ഉടൻ തന്നെ ജിറാഫുകൾ ഈ ലോകത്തിൽ നിന്നും ഇല്ലാണ്ടായേക്കാം. ജിറാഫുകളുടെ സംരക്ഷണത്തിനായിട്ട് പല വിധത്തിലുള്ള പദ്ധതികളാണ് ലോക രാജ്യങ്ങൾ നടപ്പിലാക്കി വരുന്നത്. എന്താണ് ജിറാഫുകളുടെ ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കൂടി ചെക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.